കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഹൃദയ ശസ്ത്രക്രിയ മുടങ്ങിയിട്ട് ഒരു മാസമാകുമ്പോഴും ആരോഗ്യവകുപ്പ് അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ല. കാർഡിയോ തെറാസിക് സർജറി മുടങ്ങിയതോടെ സ്വകാര്യ ആശുപത്രിയിൽ പോയി ചെയ്യാനാണ് ഡോക്ടർമാർ നൽകുന്ന നിർദ്ദേശം. സർജറി ചെയ്യാൻ പണമില്ലാത്ത ഗുരുതരാവസ്ഥയിൽ വേങ്ങരയിലെ വീട്ടിൽ തുടരുകയാണ് 40-കാരിയായ റുബീന. 4 ലക്ഷം റുപ്യ എന്നോട് പറഞ്ഞതുപോലെ ഞാൻ ആ ടെൻഷനിലാണ്. ഈ ഷോക്ക് ഒന്ന് തളർന്നിട്ട് 5 വർഷമായി. ഒരു കൊല്ലം അനങ്ങാതെ കിടന്നു. ഇത് ഞാൻ ജീവിച്ചിട്ടാണ് നയിച്ചിട്ടാണ് പിന്നെ 4 മക്കളൊക്കെ കഴിയുന്നത്. നമ്മൾ പാവപ്പെട്ടവരെ ആശ്രയിക്കണ കോളേജല്ലേ, മെഡിക്കൽ കോളേജല്ലേ, അതുകൊണ്ടാണല്ലോ ഇങ്ങോട്ട് വരുന്നത്. നമ്മളിത് പൈസ ഉണ്ട്. ഇപ്പൊ നമ്മളിപ്പോ എത്ര പേര് ഹോസ്പിറ്റലുണ്ട്, കഴിയാത്തതുകൊണ്ടാണല്ലോ നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. ആ മനുഷ്യൻ അവസാനം പറഞ്ഞു വെച്ചത് തന്നെയാണ് കാര്യം. ഞങ്ങളുടെ അടുത്ത് പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ സ്വകാര്യ ആശുപത്രിയിലേക്ക് പോവില്ലായിരുന്നോ? സാധാരണക്കാരെ അടക്കം സർക്കാർ ആശുപത്രികളിൽ നിന്ന് അകറ്റുന്നത് ഇത്തരം പ്രവണതകളാണ്. ഇപ്പോൾ നമ്മളോട് സംസാരിച്ച ഫൈസൽ അടക്കമുള്ള ആളുകൾ, അങ്ങനെ നിരവധിയായ ആളുകൾ വലിയ ദുരിതത്തിലാണ്. ഫൈസലിന്റെ ഭാര്യ റുബീന കിടപ്പ് രോഗിയാണ്. അവർക്ക് ഹൃദയത്തിന് അത്യാവശ്യമായി സർജറി ചെയ്യേണ്ട ആവശ്യമുണ്ട്. പക്ഷേ അവരോട് പറഞ്ഞിരിക്കുന്നത് സ്വകാര്യ ആശുപത്രിയെ സമീപിക്കൂ എന്നുള്ളതാണ്. അവർ അതിന്റെ അടിസ്ഥാനത്തിൽ സ്വകാര്യ ആശുപത്രിയെ സമീപിച്ചു നോക്കിയപ്പോൾ ആ സർജറിക്ക് 4 ലക്ഷം രൂപ വേണം എന്നുള്ളതാണ്. 4 ലക്ഷം രൂപ സാധാരണ ഓട്ടോ തൊഴിലാളിയായ ഫൈസൽ എങ്ങനെ ഉണ്ടാക്കാനാണ് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇപ്പോൾ ഒരു ചികിത്സയും ലഭിക്കാതെ വേങ്ങരയിലെ വീട്ടിൽ കഴിയുകയാണ് റുബീന. അത് വലിയ ദുരവസ്ഥയാണ്. രോഗികളോട് കാണിക്കുന്ന മനുഷ്യത്വമില്ലാത്ത ഇടപെടലാണ് എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഒരു മാസമൊക്കെ ആയിട്ടും സർജറി മുടങ്ങിയിട്ടും ആ യന്ത്രം എന്തുകൊണ്ട് നന്നാക്കുന്നില്ല എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. ഇത്തരത്തിൽ ഒരു മാസമൊക്കെയായി ഒരു ഉപകരണം കേടായിട്ടുണ്ട് എങ്കിൽ എത്രമാത്രം ആളുകളുടെ സർജറി മുടങ്ങിയിട്ടുണ്ടാകുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. മനുഷ്യർ പറഞ്ഞത് തന്നെയാണ് ഹൃദയത്തിൽ ഇങ്ങനെ നിൽക്കുന്നത്. ഞങ്ങൾക്ക് പണമുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ നല്ല മറ്റു ആശുപത്രിയിൽ പോകില്ലായിരുന്നു എന്നുള്ളത്. അപ്പോൾ അത് പറയിപ്പിക്കാതിരിക്കേണ്ടത് ആരോഗ്യവകുപ്പിന്റെ, സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്.